യുഎസിലെ ന്യൂജേഴ്സിയിൽ വൻ വിമാന ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ലാൻഡിങ്ങിനായി തയ്യാറെടുക്കുകയായിരുന്ന യുണൈറ്റഡ് എയർലൈൻസ് യാത്രാ വിമാനത്തിന് തൊട്ടുമുന്നിലേക്ക് ഡ്രോൺ പറന്നെത്തുകയായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്വാതന്ത്ര്യദിന അവധിക്കാലത്തോടനുബന്ധിച്ച് വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനിടയിലാണ് ആശങ്ക പരത്തിക്കൊണ്ടുള്ള ഈ ഒരു സംഭവം. ഫ്ലോറിഡയിലെ കീ വെസ്റ്റിൽ നിന്നും 106 യാത്രക്കാരും 5 ജീവനക്കാരുമായി ന്യൂവർക്ക് ലിബർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്ന ബോയിംഗ് 737 വിമാനമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പൈലറ്റിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "ഞങ്ങൾ ഒരു ഡ്രോണിൽ ഇടിക്കേണ്ടതായിരുന്നു. വിമാനത്തിന് ഏകദേശം 100 അടി താഴെയായി വട്ടത്തിലുള്ള ഒരു ഡ്രോൺ കാണാൻ കഴിഞ്ഞു." എയർ ട്രാഫിക് കൺട്രോളുമായുള്ള പൈലറ്റിന്റെ ഈ സന്ദേശം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രാദേശിക സമയം വൈകുന്നേരം 5:20ഓടെയാണ് വിമാനത്തിലെ ജീവനക്കാർ ഡ്രോൺ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് 5:30ഓടെ വിമാനം റൺവേയിൽ സുരക്ഷിതമായി ഇറക്കാൻ പൈലറ്റിന് സാധിച്ചു. യാത്രക്കാരെല്ലാം സുരക്ഷിതരായി പുറത്തിറങ്ങിയതായി യുണൈറ്റഡ് എയർലൈൻസ് അറിയിച്ചു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സംഭവത്തിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഈ വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്ന മറ്റൊരു വിമാനത്തിലെ പൈലറ്റും 2000 അടി ഉയരത്തിൽ ഡ്രോൺ പറക്കുന്നത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനത്താവളങ്ങൾക്ക് സമീപവും നിയന്ത്രിത വ്യോമ മേഖലകളിലും മുൻകൂർ അനുമതിയില്ലാതെ ഡ്രോണുകൾ പറത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. എന്നിരുന്നാലും US വിമാനത്താവളങ്ങൾക്ക് സമീപം പ്രതിമാസം ശരാശരി 100 ഡ്രോൺ സാന്നിധ്യങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം 319 തവണയാണ് പൈലറ്റുമാർ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് കണ്ടതായി റിപ്പോർട്ട് ചെയ്തത്. ഇത്തരം സംഭവങ്ങളിൽ 8ഓളം തവണ ഡ്രോണുകളിൽ ഇടിക്കാതിരിക്കാൻ പൈലറ്റുമാർക്ക് വിമാനത്തിന്റെ ദിശ മാറ്റുകയോ താഴേക്ക് ഇറക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാലിഫോർണിയയിലെ സാൻ കാർലോസ് വിമാനത്താവളത്തിൽ മുൻപ് ഒരു ഡ്രോൺ റൺവേയിൽ തകർന്നു വീണ സംഭവമുണ്ടായി. തുടർച്ചയായുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ വ്യോമയാന മേഖലയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. നിലവിൽ ന്യൂജേഴ്സിയിൽ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നതിനാൽ ഡ്രോൺ പറത്തുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള മേഖലയാണിത്. എന്നിട്ടും വിമാനത്തിന് തൊട്ടടുത്ത് ഡ്രോൺ എത്തിയത് അധികൃതരെ ആശങ്കയിലാഴ്ത്തുന്നു. വിമാനത്താവള പരിസരങ്ങളിൽ നിയമവിരുദ്ധമായി പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ഹോംലാൻഡ് സെക്യൂരിറ്റിയും പ്രതിരോധ വകുപ്പും സംയുക്തമായി പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു വരികയാണെന്ന് US സെനറ്റ് സമിതി യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി. ഇത്തരം നിയമലംഘനങ്ങൾക്ക് എതിരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കർശന നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്.